ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാസാഗരരുടെ ഹൃദയം കീഴടക്കിയ ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗവും ഉണ്ടായി. ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഇനി എന്ത് സംഭവിക്കും എന്നറിയാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ജിത്തു ജോസഫ് കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് സിനിമയിലെ കഥാപാത്രങ്ങൾക്കും മാറ്റമുണ്ടാകുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. കാഴ്ചപ്പാടുകളിലും മക്കളിലും വരുന്ന മാറ്റങ്ങളായിരിക്കും മൂന്നാം ഭാഗത്തിൽ താൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ കുറ്റക്കാരിയാകുമോ അതോ ജോർജ് കുട്ടി സ്വയം കുറ്റസമ്മതം നടത്തുമോ എന്നെല്ലാമുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. മൂന്നാം ഭാഗത്തിൽ മൂത്ത മകളും ഇളയ മകളും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജിത്തു ജോസഫ് പറയുന്നു. കാലവും പ്രായവും മാറുന്നതിനനുസരിച്ച് അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് താൻ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ജോർജ് കുട്ടി. നാളെ ചിലപ്പോൾ പുള്ളി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾ മാറും. അത് സംഭവിക്കാം. അതുകൊണ്ട് ജോർജ് കുട്ടിക്കുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ജിത്തു ജോസഫ് വ്യക്തമാക്കി. ഈ വെളിപ്പെടുത്തലുകൾ ദൃശ്യം 3 കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ജോർജ് കുട്ടിയെയും കുടുംബത്തിൻ്റെയും ഭാവി എന്താകും? നമുക്ക് കാത്തിരുന്ന് കാണാം.